ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. ഫാമിലിയൊക്കെ ഉണ്ട്, ഉമ്മ, നാത്തുമാർ, അതേപോലെ ഒരു ബ്രദറ്, നിസാക്ക, അങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പുറത്തൊക്കെ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും കാലം നമ്മളെ കൊറോണ തളച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ കൊറോണ ഇങ്ങനെ മെല്ലെ ഒന്ന് അയഞ്ഞു തുടങ്ങിയപ്പോൾ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ വയ്യാതായിട്ടോ. പ്രത്യേകിച്ച് ഓരോരുത്തരിങ്ങനെ പുറത്ത് പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ വീട്ടിൽ നിൽക്കാൻ തന്നെ വയ്യ. അപ്പോൾ അവസാനമായിട്ട് ഞങ്ങൾ യാത്ര പോയത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊട്ടി യാത്രയായിരുന്നു. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു കേട്ടത്. അത് കഴിഞ്ഞ് മാർച്ചിലാണെന്ന് തോന്നുന്നു നമ്മളെ നാട്ടിൽ കൊറോണ വ്യാപിച്ചത്. പിന്നെ അതിന് ശേഷം നമ്മൾ എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പോക്ക് ഫാമിലിയുടെ കൂടെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളിങ്ങനെ എന്നും തിരക്കും. അവരൊക്കെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ അടച്ചിട്ട് മടുത്തിരിക്കുന്ന ഒരു സമയമാണ്. അവർ മാത്രമല്ല കേട്ടോ, നമ്മളും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്നത് ഒരു ചെറിയ സ്ഥലമാണ്. ഇപ്പോൾ കൊറോണ മെല്ലെ അയഞ്ഞെന്ന് വിചാരിച്ച് നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാപ്പാട് ബീച്ചിലേക്കാണ് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മളിങ്ങനെ പോകുന്ന കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ ലോക്കാണ്, അവിടെ അടച്ചിട്ടിരിക്കുന്നതെന്ന് അറിഞ്ഞു. പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ കോഴിക്കോട് ബീച്ചിലേക്ക് പോകാമെന്നുള്ളത്. അപ്പോൾ അതും അടച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ ആകെ ടെൻഷനായി, എന്താ ചെയ്യുക, എങ്ങോട്ട് പോകും എന്നുള്ളതൊരു ഐഡിയ ഇല്ല. അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ചു കടലുണ്ടിക്ക് പോകാമെന്ന്. കടലുണ്ടി അഴിമുഖത്തേക്ക് കേട്ടോ. അങ്ങനെതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്, കടലുണ്ടി അഴിമുഖത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത്. ഈ സമയത്ത് ഇവിടെ ആളുകൾ കുറവാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സമയം ആയതുകൊണ്ട് ആണോയെന്നറിയില്ല, ഇനിയിപ്പോൾ കൂടുമോയെന്നറിയില്ല. ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. കാരണം അസ്തമയ സമയം ആകുമ്പോഴേക്കൊന്നും ചിലപ്പോൾ ആളുകൾ കൂടും. ബീച്ചിലൊക്കെ വരുന്ന സമയത്ത് ആ ഒരു കാഴ്ച കൂടി കണ്ടിട്ടാണല്ലോ നമ്മൾ മടങ്ങാറ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ചിലപ്പോൾ ആളുകൾ കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏതായാലും കുറച്ച് പേരേ ഉള്ളൂ. പിന്നെ നമ്മൾ കുട്ടികളൊക്കെ ഇവിടെ കളിക്കാൻ വേണ്ടി വെള്ളത്തേക്ക് ഇറങ്ങാൻ ഭയങ്കരമായിട്ട് തിരക്ക് കൂടുന്നുണ്ട് കേട്ടോ. അവരിപ്പോൾ കുറേ ആയില്ല ഇങ്ങനെയൊക്കെ പുറത്തോട്ട് ഇറങ്ങിയിട്ട്. കടലും കൂടി ചേർന്ന സ്ഥലമാണ്.
അളിയൻസിൻ്റെ പണി ഇതാ മീനിനെ തപ്പാണ് കേട്ടോ. അക്വാറിയത്തിലിടാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി മീനിനെ കണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ പിടിക്കാൻ നോക്കുകയാണ്. തോമാൻ്റെ കുപ്പായൊക്കെ ഊരിയിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ അവരെ ശ്രമം വിജയിക്കോ ഇല്ലേ നമുക്ക് നോക്കാം. ഏതായാലും ശ്രമം വെറുതെ ആയില്ല കേട്ടോ. അവർക്കൊരു 4-5 മീനിനെ കിട്ടി. ഇതാണ് കിട്ടിയ മീന്. ഏതായാലും കാണാനൊക്കെ ഭംഗിയുണ്ട്. പക്ഷേ ഇത് നമ്മുടെ അക്വാറിയത്തിലേക്ക് കൊണ്ടിട്ട് അവിടെ ജീവനോടെ നിൽക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോഴേക്കൊന്നും അസ്തമയമായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസ്തമയത്തിൻ്റെ സമയമാകുമ്പം ഇവിടെ ഒരുപാട് ആളുകൾ ചിലപ്പം വരുമെന്ന്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സമയം ആയപ്പോഴേക്കൊന്നും ആളുകൾ നല്ലോണം കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയമായപ്പോൾ ഇമ്മ പറയാൻ തുടങ്ങി കുറേ ആളുകളായി നമ്മൾ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും നമ്മൾ വന്നതല്ലേ എന്നുള്ള സ്ഥിതിക്ക് നമുക്ക് ഇതും കൂടെ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് പറഞ്ഞ് അങ്ങനെ ഉമ്മനെ പിടിച്ച് നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പുറത്തൊക്കെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കുറേ കഴിയേണ്ടി വരും ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അസ്തമയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ആ റോഡിൻ്റെ വക്കത്ത് ഒരു കല്ലുമ്മക്കായൻ്റെ കട കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പോകുമ്പോൾ നമുക്ക് കഴിക്കാമെന്നുള്ളത്. അപ്പോൾ ഏതായാലും അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കുറേ ആയിട്ടത് കഴിച്ചിട്ട് ബീച്ചിൽ പോകുന്ന സമയത്ത് കോഴിക്കോട് ബീച്ചിലൊക്കെ പോകുമ്പോൾ നമുക്കിത് കിട്ടും. ഇവിടുത്തെ കല്ലുമ്മക്കായ ചെറുതാണ് തോന്നുന്നു. ഏതായാലും നമ്മൾ ഇത് കഴിക്കാൻ പോവാണ്. അപ്പോൾ കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടാട്ടോ. ചൂടോടെ ഇത് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇതൊക്കെ കഴിച്ച് പോവാണ്. ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെച്ചിട്ട് എൻ്റെ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് വരും ഇൻഷാ അല്ലാഹ്. ബൈ, അസ്സലാമു അലൈക്കും.